അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പോകുന്നു. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ ഒരുവിധം ഒരുങ്ങി, തുടക്കലും അടിക്കലും പാത്രം മോറലും ചായയും കടി ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി തിരുമ്പി കുളിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നോ, ഇതിനൊക്കെ കുറച്ച് ഇതുണ്ട്, മണ്ണൊക്കെ പുല്ലൊക്കെ പറിച്ച്, മഴ പെയ്താൽ പുല്ലാട്ടോ. അപ്പോൾ പുല്ലൊക്കെ പറിച്ച് ഇതിനൊക്കെ കുറച്ചൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ഇന്നാൾ ഉണക്കമുളക് വറക്കുമ്പോൾ അതിൻ്റെ ഇതാണ്ട് ഈ കുരുപാവിയതാട്ടോ. അപ്പോൾ അതൊക്കെ മുളച്ചിക്കണം. അതൊക്കെ ഇനി പറിച്ചൊന്ന് കുഴിച്ചിടട്ടെ വെച്ചിട്ടാണ്. ഇത് മല്ലിച്ചെട്ടി ഞാൻ കൊടുന്നീന്ന് അതിൻ്റെ കുഴിച്ചിട്ട കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ഇഞ്ചി നട്ട് കാണിച്ചെന്ന് ഇന്നലെ. അപ്പോൾ അതൊന്ന് പറിച്ച് നോക്കട്ടെ, ഇനി എങ്ങനെ ഉണ്ട് നോക്കി നോക്കട്ടെ. ഇനിയിപ്പോൾ ഒക്കെ നടാനുള്ള കാലമായില്ലേ, അപ്പോൾ ഒന്ന് പറിച്ച് നോക്കട്ടെ. കൊട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് കട ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കാൻ ആദ്യമായിട്ട് ഉണ്ടാക്കട്ടെ ഇഞ്ചി. അപ്പം ഉണ്ടാവുക ചെയ്തിരിക്കണം കേട്ടോ. ഇതെന്താ അപ്പം ഇനി പറിച്ചുന്ന വേറെ കുഴിച്ചിടാച്ചിട്ട് ഇനി തക വരുന്നൊക്കെ അങ്ങനെ കുഴിച്ചിടാമല്ലോ. അപ്പം നമ്മളിത് ഉണ്ടാക്കിയ ഇഞ്ചിയല്ലേ, അപ്പോൾ ദിവസം നമ്മൾ മേടിക്കണ വേറെയും ഇതുണ്ടോ. അപ്പം അതൊന്ന് ഞങ്ങൾക്ക് അന്ന് ഞാൻ വെക്കണത് കാണിച്ചു തന്നു. കണ്ടോ, നല്ല ഇഞ്ചി കേട്ടോ. ഇതുണ്ടോ, നമ്മളെ നാടൻ ഇഞ്ചിയാണ്. ഉണ്ടോ, ഇതുണ്ടോ. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് കുഴിച്ചിടും ചെയ്യാം. അപ്പോൾ അതാട്ടോ ഇന്നത്തെ ഞങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരും. ഇതാ ഒരു കഷ്ണം വെച്ചിട്ട് കണ്ടോ ഉണ്ടായിക്കണം. ഇതിൻ്റെ ഇതൊക്കെ കുഴിച്ചിടണം, ബാക്കിയുണ്ട് എടുക്കാൻ ചിട്ടാ. കണ്ടോ, എന്നിട്ട് ഒരു നമ്മളൊരു കഷ്ണം കുഴിച്ചിട്ടല്ലേ ചെയ്തത്. കണ്ടോ, അപ്പം അതിന് ഇതുണ്ടോ, അതൊക്കെ കുഴിച്ചിടും ചെയ്യാം. പിന്നെ ഇഞ്ചിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ആണോ, ഇതാ അത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്ര കിട്ടി. ഇതണ്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ളതിലോ കുഴിച്ചിട്ടിട്ടുള്ളൂ. അപ്പോൾ അതാ പിന്നെയുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് ബാക്കി കുഴിച്ചിടട്ടെ കേട്ടോ. അപ്പം ഇന്നത്തെ പണി ഇതൊക്കെയാണ്. ഇതാ അപ്പം ഇഞ്ചി ഉണ്ടായത് കാണിച്ചു നമുക്ക്. അപ്പോൾ അതാ ഇഞ്ചിയൊക്കെ ഉണ്ടായിക്കും. ഇതാണ്ട് എത്ര ഉണ്ട് കണ്ടോ. ഒരു കഷ്ണമായിട്ടേ കുഴിച്ചിട്ടുള്ളൂ. കണ്ടോ, അതൊക്കെ ഉണ്ടായില്ലേ. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുമല്ലേ എല്ലാവരും അതൊക്കെ. അപ്പോൾ ഞാൻ അത് അന്നത്തെ പുളിക്കറിക്കൊക്കെ ചാക്കിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ ലേശം മണ്ണൊക്കെ ഇട്ട് കൊടുത്തു. ചപ്പൊക്കെ അന്ന് വെച്ചിട്ടാണ് അത് ഇട്ടത്. അപ്പോൾ അതൊക്കെ ഇന്നത്തെ പണി കേട്ടോ. പിന്നെ ഇതിനെ വെള്ളം നിൽക്കി ഇരുന്നിട്ട് തെങ്ങിൻ്റെ വീട്ടിലേക്ക് ഒരു ചാരൊക്കെ കീറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പണി ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് അത് കാണിച്ചു തരാം. ഇതാ ഈ ചീനം ഇപ്പോൾ ഈ പച്ചമുളകും തൈ ഒന്ന് നടും ചെയ്യട്ടെ. പിന്നെ ഇതിൽ ഞാൻ ഇതിൽ മഞ്ഞളിട്ടിരുന്നു, അതാ മുളച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ, എന്നിട്ട് കാണിച്ചു. പിന്നെ ഇവിടെ പച്ചമുളക് ചീനമുളക് എന്താണെന്ന് അറിയില്ല. വേണ്ട പച്ചമുളക് തൈയും ഇതൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അതാ അവരൊക്കെ അതാ പിന്നെ എന്താ നായ്ക്കൾ എന്താ ബേക്കറിയൊക്കെ കടിച്ചിടുന്നു പറഞ്ഞിട്ട് അതാ പാടത്ത് കൂടെ എല്ലാവരും നടക്കുന്നു. ഇതുണ്ടോ, അപ്പോൾ നിങ്ങൾ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ നായ്ക്കളുടെ ഭയങ്കര ശല്യം കേട്ടോ ഇവിടെ. അപ്പോൾ എല്ലാവരും നായനൊക്കെ കണ്ടിട്ട് ഇതാ അവരൊക്കെ അതെട്ടോ. ഇഞ്ചിയൊക്കെ വേറൊരു പാത്രത്തിൽ തന്നെ നട്ടു. ഇന്ന് ഇതാണ് കേട്ടോ പണി. ഇതാ പിന്നെ പച്ചമുളകും ഇതാ ഇവിടെ നട്ടു, ഇവിടെ നട്ടു, ഇതിലും നട്ടു. പിന്നെ ഇതിൽ വേറെ അവിടെ 2 കൊണ്ടുവച്ചിട്ടോ. അപ്പം ഇന്ന് ഇതാട്ടോ പൂളക്കറിയൊക്കെ 2-3 നട്ടു. ഇന്നത്തെ ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണം. അപ്പോൾ നാളെ വേറെ വീഡിയോയിൽ വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.